കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സുരക്ഷാ ചുമതലകൾ വിജയകരമായി പൂർത്തിയാക്കിയ സായുധ സേന പോലീസ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട്ടിലേക്ക് പുനർനിയോഗിച്ചു. ഏകദേശം 1500-ലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി എത്തിയ സേനാംഗങ്ങളെയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ സമാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി വീണ്ടും വിന്യസിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഇന്ന് കുമളിയിലെത്തിച്ച ശേഷം തമിഴ്നാട്ടിൽ നിന്നെത്തിയ സർക്കാർ ബസ്സുകളിലൂടെ അയക്കുകയായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സേനയുടെ യാത്ര ക്രമീകരിച്ചത്. ബന്ധപ്പെട്ടിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഫോഴ്സ് തമിഴ്നാട് ഇലക്ഷൻ 23 നടക്കുന്ന തമിഴ്നാട് ഇലക്ഷനിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഫുള്ള് 126 കമ്പനികളിലായിട്ട് 2600ഓളം പോലീസ് ഉദ്യോഗസ്ഥർ, സെൻട്രൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇന്ന് വന്ന് അവരിപ്പോൾ തന്നെ തമിഴ്നാടുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരെ ഇവിടെ നിന്ന് തമിഴ്നാടിന് നമ്മൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ് പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു. കുമളി ചെക്ക് പോസ്റ്റ് വഴി തേനിയിലെത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം തമിഴ്നാട്ടിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വിന്യസിക്കും. കുമളി, തേക്കടി പ്രദേശത്ത് ക്രമീകരിച്ചിരുന്ന 4 ക്യാമ്പുകളിൽ നിന്നുമാണ് സേനയെ ബസ്സുകളിൽ കയറ്റിക്കൊണ്ടുപോയത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിന്റെയും സഹകരണത്തിന്റെയും ഉദാഹരണമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. സിറ്റി വിഷൻ, കുമളി.